ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ. ക്രിസ്തുവിന്റെ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അപ്പോൾ ശിമോൻ പത്രോസ്, കർത്താവേ, എൻ്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടെ കഴുകണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല, അവൻ മുഴുവനും ശുദ്ധിയുള്ളവൻ. നിങ്ങൾ ശുദ്ധിയുള്ളവർ ആകുന്നു, എല്ലാവരും അല്ലാതാനും എന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു എല്ലാ ശിഷ്യന്മാരുടെയും പാദങ്ങൾ കഴുകുന്നത് കണ്ടപ്പോൾ, നീ എൻ്റെ കാൽ കഴുകുന്നുവോ എന്ന് പത്രോസ് പറഞ്ഞു. ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല എന്ന് യേശു ഉത്തരം പറഞ്ഞു. അപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവേ, നീ എൻ്റെ കാൽ മാത്രമല്ല എൻ്റെ കൈയും തലയും കഴുകുക. കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകേണ്ട ആവശ്യമില്ല എന്ന് യേശു പറഞ്ഞു. കുളിച്ചു എന്നതിൻ്റെ അർത്ഥമെന്താണ്? ചിലർ ദിവസത്തിൽ 1 പ്രാവശ്യം കുളിക്കുന്നു, മറ്റു ചിലർ 2 പ്രാവശ്യം. വെളിയിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ കാലുകൾ മാത്രം കഴുകുന്നു, പിന്നെ കുളിക്കുന്നില്ല. അതുപോലെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യരക്ഷയ്ക്കായി ഒരിക്കൽ മാത്രം ക്രൂശിൽ യാഗമാക്കപ്പെട്ടു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അവനിൽ വിശ്വസിക്കുകയും യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുന്നു. ഈ രക്ഷ എന്നേക്കുമായിട്ടുള്ള ഒരിക്കലായിട്ട് സംഭവിക്കുന്ന രക്ഷയാണ്. ഈ രക്ഷ പ്രാപിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ.